JC നീലേശ്വരത്തിന്റെ ഒരു വർഷത്തെ പ്രോഗ്രാമുകളുടെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തെ പീരീഡ് കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് ഡോക്ടർ രതീഷ് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത JC ഇയറിലേക്കുള്ള വളരെ ഊർജ്ജസ്വലമായ തയ്യാറെടുപ്പിലൂടെയാണ് JC നീലേശ്വരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റലേഷന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ JC മെമ്പർമാരും പബ്ലിക്കിലൂടെയുള്ള ഒരു ഇന്ററാക്ഷൻ കൂട്ടുക, നമ്മൾ ലൈവായിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റും JCI സോൺ 19 പാസ്റ്റ് സോൺ വൈസ് പ്രസിഡന്റുമായ PR ശ്രീനിയുടെ മകൾ വിസ്തൃത ശ്രീനി ഇന്ന് നമ്മളുടെ മുമ്പിൽ ഒരു ട്രെയിനറായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ശ്രീനിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാഷണൽ ട്രെയിനർ എന്നുള്ള രീതിയിലും ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാം ഇടയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിലായിരുന്നു നമ്മളെല്ലാവരും JC മെമ്പേഴ്സ് എല്ലാവരും ആൾറെഡി കണ്ടതാണ് വിസ്തൃതയുടെ പെർഫോമൻസ്. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ JC നീലേശ്വരത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വിസ്തൃതയുടെ പ്രോഗ്രാം നടക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പെർമിഷൻ ചോദിച്ച് ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യാനും കാരണം. പിന്നെ എനിക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇത് കാണാൻ എന്റെ കുട്ടികളുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും ചെറിയൊരു കൊച്ചുമിടുക്കി ഇതുപോലെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും. ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി എന്റെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും JC നീലേശ്വരത്തിന്റെ സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ വളരെ സ്നേഹപൂർവ്വം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഇല്ലാതെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വിസ്തൃത ശ്രീനിയെ ഒന്നുകൂടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ JCI ലീഡേഴ്സ്, നാഗേഷ് ചേട്ടനെ പോലെയുള്ള ലീഡേഴ്സ് എല്ലാവരുടെയും സാന്നിധ്യം കാണുന്നു. ഞാനിപ്പോ ഒറ്റയടിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഒരാൾ വിളിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ലീഡേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം JC നീലേശ്വരത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് കൂടുതൽ ഒരു സംഭാഷണത്തിന് കൂടുതൽ പ്രസക്തിയില്ല. നമുക്ക് എല്ലാവരും നമ്മളിപ്പോ കാത്തിരിക്കുന്നത് വിസ്തൃതയുടെ ആ ഒരു മാജിക്കൽ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു പെർഫോമൻസ് നമുക്ക് ആദ്യം എൻജോയ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി എന്ത് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോ വിസ്തൃതയെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം വിട്ടു നൽകിക്കൊണ്ട് വിസ്തൃതയെ പ്രോഗ്രാം പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. വിസ്തൃത, ദ ഫ്ലോർ ഈസ് യുവേഴ്സ് മോളെ. You can unmute now. Thank you, Praveen uncle. Okay. Screen sharing. Host disabled participant screen sharing na കാണിക്കുന്നത്. Can you see the slide now? Yes, now Slide it's okay. കാണാൻ പറ്റുന്നുണ്ടോ? Yes. Okay. Good evening all. Denobre Memory Mastery Show. Me facts. A few details about me. My name is Vistrita Vies. I am living in Taliparamba. I am studying in grade 6 in St. Paul's English Medium School, Taliparamba, Kannur. I am a junior JC of JCI Niteshwar, a member of Balavihar led by Chinmaya Mission, final level student of Master Kids Abacus Academy, Taliparamba, and my areas of interest are dancing, music, abacus, and reading. My strength. These are my parents.
My father's name is Srini PR. He is working as a cashier in KSCB Kasaragod. He is also a national trainer of JCA India and a founder member of Positive Talks. My mother's name is Vinita Pinayar. She is working as an assistant professor in Krishna Menon Memorial Government Women's College, Kannur. These are my teammates, my two younger sisters, Miss Tara VS and Miss Smita VS. My gurus in memory technique. These are the teachers who taught me memory technique. Sajida Miss, Narayanan Kuti Sir and Sindhu Miss. Have you ever pondered over a question like this? പരീക്ഷ ഹാളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ ഇരുന്നിട്ടുണ്ടോ? ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് നമുക്ക് എഴുതാൻ സാധിക്കുന്നില്ല, അല്ലേ? എത്ര സമയമുണ്ടെങ്കിലും ആ എക്സാമിന്റെ അവസാനത്തെ 5 മിനിറ്റുകൾ ഇങ്ങനെയായിരിക്കും. സമയം തീരും മുമ്പ് എഴുതി തീർക്കാനുള്ള വെപ്രാളത്തിലായിരിക്കും നാം എല്ലാവരും. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിനു ശേഷം ആരെങ്കിലും മിസ്റ്റർ ബീൻ ചെയ്തതുപോലെ ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ? Why does this happen at exam hall? എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എക്സാം ഹാളിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ ഉത്തരം മനസ്സിലുണ്ടെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കുന്നില്ല? ഇത് നമ്മുടെ ബ്രെയിനിന്റെ 2 സ്മോൾ പാർട്സ് ആണ്, അമിഗ്ഡാല ആൻഡ് ഹിപ്പോകാമ്പസ്. ഈ 2 പാർട്സ് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്താണ് നമ്മുടെ മെമ്മറി പവറും ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് ഇത് എക്സാം ഹാളിൽ അത് പോയി എഴുതുന്ന സമയത്ത് നമുക്കത് മറന്നു പോകുന്നില്ലേ? അതിന് കാരണം നമ്മൾ അപ്പോൾ ആ ഉത്തരങ്ങളൊക്കെ നമ്മളുടെ ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും ഉണ്ടാകുക. ഷോർട്ട് ടേം മെമ്മറിയിലുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചു നേരത്തിന് ശേഷം ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും വിട്ടുപോകും. അപ്പോൾ ആ കാര്യങ്ങളെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച കാര്യം തന്നെ വീണ്ടും 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 കുറെ പ്രാവശ്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. ലോങ് ടേം മെമ്മറിയിലേക്ക് അങ്ങനെ ഇത് എത്തും. ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ സേഫ് ആണ്, വിട്ടുപോകില്ല. അങ്ങനെ നമുക്ക് എക്സാം എഴുതുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, റിപ്പീറ്റേഷൻ. റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റേഷൻ ടേൺസ് ഷോർട്ട് ടേം ടു ലോങ് ടേം. ഹെർമൻ എബിംഗ്ഹോസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞന്റെ എബിംഗ്ഹോസ് ഫോർഗറ്റിംഗ് കർവ് എന്നൊരു ഡയഗ്രാം ആണിത്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യം പഠിച്ചതിന് ശേഷം അപ്പോൾ തന്നെ അതിനുശേഷം ഇമീഡിയറ്റ് ആയിട്ട് ആ കാര്യം ചോദിക്കുമ്പോൾ നമുക്കത് 100% നമുക്ക് ഫുള്ളും കിട്ടും. പിന്നെ അത് കുറച്ചു നേരത്തിന് ശേഷം ഒരു 19 സെക്കൻഡ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അത് 60% മാത്രമേ ഉണ്ടാകൂ. 63 മിനിറ്റ്സ് ആകുമ്പോൾ 45%, ഒരു ദിവസം ആകുമ്പോൾ വെറും 35% മാത്രമേ ഓർമ്മയുണ്ടാകൂ. അങ്ങനെ 2 ദിവസമാകുമ്പോൾ 25%, അങ്ങനെ 6 ദിവസങ്ങൾ കഴിഞ്ഞു. 31 ദിവസങ്ങൾക്ക് ശേഷം ഒരു മാസം, ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ വെറും 20% മാത്രമാണ് നമുക്ക് ഓർമ്മയുണ്ടാകുക. അപ്പൊ ഇതിപ്പോൾ 31 ദിവസമാകുമ്പോൾ 20% മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ നമുക്കിത് തിരിച്ച് 31 ദിവസമാകുമ്പോഴും നമുക്ക് 100% ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നതിന് ഒരു സൊല്യൂഷൻ കൂടി ഇദ്ദേഹം തന്നെ, ഹെർമൻ എബിംഗ്ഹോസ് തന്നെ ഒരു സൊല്യൂഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഗ്രീൻ ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്ക് ഇത് റിപ്പീറ്റേഷൻ തന്നെയാണ് ഇവിടെയും ആവശ്യം. അപ്പോൾ ആദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെയും 100-ലെത്തി, പിന്നെ അത് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടി വരികയാണ്. അപ്പോൾ നമുക്കിത് കൂടി അങ്ങനെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 100-ലേക്ക് എത്തും. അങ്ങനെ നമ്മളുടെ 5th റെപ്പിറ്റേഷനിലാണത്. ശരിക്കും 100 ഉറച്ചു നിൽക്കുക.
അപ്പം ഇവിടെയും എന്താണ്, റിപ്പീറ്റേഷൻ തന്നെയാണ് ആവശ്യം. പഠിച്ച കാര്യം വീണ്ടും 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 എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറ്റുമോ അത്രയും റിപ്പീറ്റ് ചെയ്യുക. He is Roger W. Sperry. ഇദ്ദേഹമാണ് നമ്മുടെ ബ്രെയിനിന് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ടെന്നും റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ടെന്നും ഈ 2 ഹെമിസ്ഫിയേഴ്സും ഡിഫറെന്റ് ആയ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതും പിന്നെ നോബൽ സമ്മാനം ലഭിച്ചതും. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ എന്തൊക്കെ അതേപോലെ ചെയ്യാൻ ശ്രമിച്ചാലും 2 കാര്യങ്ങൾ മാത്രം ചെയ്യാൻ സാധിക്കില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, മറ്റേത് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ആണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ് നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ 2 ഹെമിസ്ഫിയേഴ്സ് ഓഫ് ദ ബ്രെയിനും വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതണം. എന്നാൽ മാത്രമേ നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടുകയുള്ളൂ. അടുത്തത് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണ്. എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പേപ്പർ എടുക്കും, എന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും എഴുതും. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതണം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. Proper coordination of right and left hemispheres boost our memory power. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 ഹെമിസ്ഫിയേഴ്സിനും വർക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ മെമ്മറി പവറും അത് ഇൻക്രീസ് ചെയ്യും. ഞാൻ ഈ മെമ്മറി ടെക്നിക്ക് പഠിക്കുന്നത് അബാക്കസ് കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഇതാണ് എൻ്റെ അബാക്കസ് ടൂൾ. ഈ അബാക്കസ് കോഴ്സിൽ കൂടി തന്നെയാണ് ഞാൻ മെമ്മറി ടെക്നിക്കും അതുപോലുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പഠിച്ചത്. മെമ്മറി ടെക്നിക് ഞാൻ ഓർമ്മിക്കുന്നത് കണക്ഷൻസ്, കോഡിങ്ങിലൂടെയാണ്. കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ മെമ്മറി ടെക്നിക് ഓർമ്മിക്കുന്നത്. Now it's activity time. Memory booster. Ask me any 20 words in order. Praveen Mama. Words. Yes, മോളെ പറഞ്ഞോളൂ. നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യണം അല്ലേ? ആർക്കാണ് പറയാൻ സാധിക്കുക? ഓക്കെ, ഒരു കാര്യം നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്റെ അച്ഛൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ആ വാക്കുകൾ വായിച്ചു തരും. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയും. ഓക്കെ, അപ്പൊ എല്ലാരും ഇപ്പൊ വിശ്രുത പറഞ്ഞത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം, അവസരം തരാം. ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാം. ആരും ഒരാൾ ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, നിരഞ്ജൻ, വെരി ഗുഡ്. എന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ നിരഞ്ജൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 സാധനങ്ങളുടെ പേര് നിരഞ്ജൻ പറയുക. അത് നിരഞ്ജൻ ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മള് ഡയറക്റ്റ് പറയും പോലെ പറയരുത്. കുറച്ച് ഒരു സാവധാനത്തിൽ പറയുക. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആ രീതിയിൽ ഒരു 20 സാധനങ്ങളുടെ പേര് പറയുക. അത് വിസ്തൃത അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിരഞ്ജൻ, യു ക്യാൻ അൺമ്യൂട്ട് നൗ. നിരഞ്ജൻ അത് പറയും. ഓക്കെ, എഴുതി വെച്ച പോലെ പറഞ്ഞോളൂ. ഒന്ന് എഴുതി വെച്ച് പറഞ്ഞോളൂ. ബൾബ്. One bulb. Bulb. Okay. Second word. TV. Okay. Niranjan, you can continue. Fan. No. Third word. Fan. Fourth word. Third word, fan. Third one, okay. Emergency. Fourth one. Emergency. Okay, 5. Chair. Okay. 6.
Table, table. Table. 6 table. 7 Plate, plate. plate. 8 Shelf, shelf. Shelf, ക്ലിയർ ആയില്ലല്ലോ, ഒന്നുകൂടി പറയോ? shelf, shelf, shelf. ഷെൽഫ്. ഓക്കെ Shelf, shelf, shelf. ഓക്കെ ആയി, ഓക്കെ ആയി. അടുത്ത 9th വേർഡ്. Cooler, cooler, കൂളർ. cooler. ഓക്കെ 10th വേർഡ്. Book, book, ബുക്ക്. book. ഓക്കെ 11th വേർഡ്. Mixie, mixie, മിക്സി. mixie. ഓക്കെ 12th വേർഡ്. Gas, gas. ഗ്യാസ്. ഓക്കെ Dress. 13th വേർഡ്. Dress, dress, dress. ഡ്രസ്. ഓക്കെ 14 Belt, belt, BELT belt. belt, 14 belt. belt, belt. Okay 15 Box, box, box. 16 Window, window. 17 Board, 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 bowl. board. Board ആണോ ബോൾ ആണോ? BOARD, board, board. Board. Okay 18 Door, door. door. 19 Torch, torch. torch. 20 Bucket, bucket. bucket. Okay ഇനി അച്ഛൻ എനിക്ക് ഈ വാക്കുകളൊന്ന് ജസ്റ്റ് വായിച്ചു കേൾപ്പിച്ചു തരും. അതിനുശേഷം ആ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. Are you ready? Yes, I'm ready. First word, bulb. Oh, 1 minute. Bulb. Okay. Second word, TV. 2, 3, 1. Okay. 3, fan. Okay, 3 fan. 4, emergency. 4 emergency. Okay. 5, chair. 5. Okay. 6, table. Okay. 7, plate. 7 plate. Okay. 8, shelf. 8 shelf. Okay, shelf. 9, cooler. 9 cooler. 1 minute. Okay. 10, book. 10 book. Okay. 10 book. 11, mixie. 11 mixie. Okay. 12, gas. Gas. Okay. 13, dress. Okay. 14, belt. Belt. Okay. 14 belt. 15, box. Box. Okay. 15 box. 16, window. 16 window. Okay. 17, board. 17 board. Okay. 18, door. 18 door.
18 door, okay. 19 torch. 19 torch, okay. 19 torch. 20 bucket. 20 bucket, okay. Now I am going to say that words. 1 bulb. 2 2 2 TV, 3 fan, 4 emergency, 5 chair, 6 table, 7 plate, 8 shelf, 9 cooler, 10 10 okay, book, 11 mixie, 12 gas, 13 dress, 14 belt, 15 box, 16 window, 17 board, 18 door, 19 torch, 20 bucket. Correct words? Correct or not? Okay, Captain. Niranjan, is it correct or not? Correct അല്ലേ? Niranjan, you can admit now. Unmute ചെയ്തോ മോനെ. correct ആണ്. Very good, very good, very good. Okay. അപ്പോൾ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തൊരു ആക്ടിവിറ്റി അല്ല, സോറി. ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് എങ്ങനെ ഓർമ്മിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹമില്ലേ? എങ്ങനെ ഞാനിപ്പോൾ 20 വേർഡ്സ് ഇപ്പോൾ തന്നെ പറഞ്ഞു, എങ്ങനെ ഓർമ്മിച്ചു എന്ന് അറിയണ്ടേ? അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കുറച്ച് വേർഡ്സ് ഞാൻ കാണിക്കാൻ പോവുകയാണ്. 1 sun, 2 shoe, 3 tree, 4 door, 5 wife, 6 weeks, 7 heaven, 8 plate, 9 wine, 10 hen, 11 lemon, 12 shelf, 13 thirsty, 14 fountain, 15 lifting, 16 Einstein, 17 sweet 17, 18 eating, 19 lightning, 20 anti. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കോഡ് വേർഡ്സ്. ഇപ്പോൾ ഫസ്റ്റ് വേർഡ് പറഞ്ഞപ്പോ ബൾബ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ കോഡിംഗ് വേർഡ് സണ്ണാണ്. അപ്പൊ ഞാൻ ബൾബും സണ്ണുമായി കണക്ട് ചെയ്തൊരു പിക്ചറൈസേഷൻ ആണ് എന്റെ മനസ്സിൽ നടക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേർഡ്സ് പഠിച്ചെടുത്ത് 20 വേർഡ്സ് പഠിച്ചെടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റോറി പോലെ ഒരു കഥ ഉണ്ടാക്കാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് മെത്തേഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും കിട്ടൂല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നടക്കൂലൂ. ഞാൻ ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുത്തി തരാൻ പോകുകയാണ്. മിസ്റ്റർ ജോൺ റിഡ്ലി സ്ട്രൂ. ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജിസ്റ്റ് ആണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് സ്വന്തം ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ വേർഡ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ? ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഗ്രീൻ, റെഡ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ കാണുന്ന വേർഡ്സ് ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലൂ എന്നിങ്ങനെ ഇത് ഫുള്ളും എന്ത് ചെയ്യണം? കുറച്ച് ഫാസ്റ്റ് ആയി സ്പീഡിൽ വായിക്കാൻ നോക്കൂ. ഒരു 10 സെക്കൻഡ്സ് സമയം തരുന്നുണ്ട്, ഒന്ന് വായിക്കാൻ നോക്കൂ. ഓക്കെ,
ഇനി ഇതേ സ്ലൈഡ് തന്നെ ഞാൻ ഒന്നുകൂടി കാണിക്കാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് എന്ന് ആ വാക്കല്ലേ വായിച്ചത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ വാക്ക് ഇപ്പോൾ ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് കളർ കൊണ്ടാണെന്ന് വെച്ചാൽ അത് പറയണം. ഇപ്പോൾ ബ്ലാക്ക് എഴുതിയിരിക്കുന്ന റെഡ് കളർ കൊണ്ടാണ്, അപ്പൊ റെഡ്. വൈറ്റ് എഴുതിയിരിക്കുന്ന ബ്ലാക്ക് കളർ കൊണ്ടാണ്, ബ്ലാക്ക്. അങ്ങനെ സ്പീഡിൽ വായിക്കാൻ ശ്രമിക്കും. ട്രയൽ കാണിച്ചു തരാം. റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ. അങ്ങനെ സ്പീഡിൽ, കുറച്ചും കൂടി സ്പീഡിൽ, നിങ്ങൾ പറ്റുന്നത്ര സ്പീഡിൽ ഇത് വായിക്കാൻ നോക്കൂ. ഇതിനും 10 സെക്കൻഡ്സ് സമയം തരുന്നുണ്ട്. ഓക്കെ, നേരത്തെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് അതുപോലെയല്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടില്ലേ? നേരത്തെ ഇപ്പൊ കളേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റി പോകുന്നില്ലേ? ഇടക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റിയിൽ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് എന്നീ 3 കാര്യങ്ങളാണ്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഗ്രീൻ ആ വേർഡ് വായിക്കുന്നതാണ് ലേണിംഗ്. റീലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ കളർ പറയുന്നത് റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ ആ കളർ വായിക്കുന്നതാണ് റീലേണിംഗ്. അപ്പോൾ ഈ റീലേണിംഗ് നടക്കണമെങ്കിൽ എന്ത് വേണം? അൺലേണിംഗ് വേണം. അൺലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച കാര്യം മറക്കണം. അപ്പോൾ ഇവിടെ അൺലേണിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. ഈ ഒരു ആക്ടിവിറ്റി സ്ക്രൂ ടാസ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ടാസ്ക് നമുക്ക് വേറൊരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. റിഫ്ലെക്സീവ് ആൻഡ് റിഫ്ലക്റ്റീവ് മൂഡ് ഓഫ് തിങ്കിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 300 + 500 800, 400 + 200 600. ഇതുപോലുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ? പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? റിഫ്ലെക്സീവ് മൂഡ് ഓഫ് തിങ്കിങ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അല്ലെ? അടുത്തത് നമുക്ക് റിഫ്ലക്റ്റീവ് എന്താണെന്ന് നോക്കാം. റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 350 കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് ആണ്. 355 455 ലെസ് 630 451 അതുപോലുള്ള ചോദ്യങ്ങൾ, കുറച്ച് ടഫായ ചോദ്യങ്ങളാണെങ്കിൽ അത് റിഫ്ലക്റ്റീവ് മൂഡ് ഓഫ് തിങ്കിങ്. അത് നമുക്ക് ചെയ്യണമെങ്കിൽ പ്രാക്ടീസിലൂടെയാണ് ചെയ്യാൻ പറ്റുക. റിഫ്ലക്റ്റീവ് മൂഡ് ഓഫ് തിങ്കിങ് അത് വേണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, ആ കാര്യം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ റിഫ്ലക്സീവ് മൂഡ് ഓഫ് തിങ്കിങ്ങും റിഫ്ലക്റ്റീവ് മൂഡ് ഓഫ് തിങ്കിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഡാനിയൽ കാനമാൻ എഴുതിയ ഈ പുസ്തകം. ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു പുസ്തകമാണ്. ഇത് എന്റെ അച്ഛന്റെ ലൈബ്രറിയിലുള്ള ഒരു പുസ്തകമാണ്. ഇതാണ് ഈ ടാസ്കിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം. ഇതിൽ തന്നെ ഇപ്പോൾ ഇതിൽ റിഫ്ലക്റ്റീവ് ആൻഡ് റിഫ്ലക്സീവ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാക്കുകൾ വായിക്കുമ്പോൾ അത് റിഫ്ലക്സീവ്, ആ വാക്ക് എഴുതിയിരിക്കുന്ന കളർ വായിക്കുമ്പോൾ റിഫ്ലക്റ്റീവ്. Boost prefrontal cortex and executive functions of our brain, enhancing our focus, self-control and attention. ഈ ആക്ടിവിറ്റി നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അങ്ങനെ പറയുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള ബ്രെയിനിന്റെ ഭാഗം, ആ ഭാഗം ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് ആ വേർഡിന്റെ കളർ പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ആ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു, സെൽഫ് കൺട്രോൾ ആയിരുന്നു, അത് മാത്രം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ അറ്റൻഷനും ആ കാര്യത്തിൽ മാത്രം, ആ കളർ പറയാൻ വേണ്ടി നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു, സെൽഫ് കൺട്രോൾഡ് ആയി, അറ്റൻഷൻ ആയി. അപ്പം ഇങ്ങനെ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കെ പറ്റും. ആ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സ്പീഡിൽ പറയാൻ പറ്റും. അതിനെന്താ വേണ്ടത്? പ്രാക്ടീസ്, 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 പ്രാക്ടീസ്. പ്രാക്ടീസ് മീൻസ് പെർഫെക്റ്റ്. ഇനി നമുക്ക് മെമ്മറി ബൂസ്റ്ററിലേക്ക് ഒന്നുകൂടി പോവാം. ഞാനിത് 20 to 1 ആണ് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ 20 bucket, 19 torch, 18 door, 17 board,
16 window, 15 box, 14 belt, 13 dress, 12 gas, 11 mixie, 10 this moment 10 book, 9 cooler, 8 shelf, 7 plate, 6 table, 5 chair, 4 emergency, 3 fan, 2 TV, 1 bulb. Is it correct? നിരഞ്ജൻ Okay. കറക്റ്റ് ആണ് വെരി ഗുഡ് Okay. നമുക്ക് അടുത്തൊരു ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാം. Ask me to present multiplication table of any number between 90 and 100. ഫസ്റ്റ് ഇവിടെ എന്റെ അച്ഛൻ ഒരു നമ്പർ എനിക്ക് തരും, അത് ഞാൻ പ്രസന്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് എന്നോട് ഒരു നമ്പർ ചോദിക്കാവുന്നതാണ്. What is the number? 97. Okay, 197, 197. 197. 97. 297s are 194. 397s are 291. 497. 388. 597 are. 485. 697 are. 582. 797 are. 6789. 897 are. 776. 997 97s are. 873. 1097s are 970. Correct? Yes, correct. Very good. Okay. ഇനി നിങ്ങൾക്ക് ഒരു നമ്പർ ചോദിക്കാവുന്നതാണ്. Between 90 and 100. ഓക്കെ ഡിയർ പാർട്ടിസിപ്പൻസ്, ഇപ്പൊ ശരിക്കും അതൊരു ഡെമോ ആയിരുന്നു നടന്നത്. നിങ്ങൾക്ക് ഇപ്പൊ വിസ്തൃതിയോട് ബിറ്റ്വീൻ 90 ആൻഡ് 100 90നും 100നും ഇടയ്ക്കുള്ള ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാനും നിങ്ങൾക്ക് വിസ്തൃതിയോട് ഇപ്പൊ ആവശ്യപ്പെടാം. എനിവൺ ഇപ്പൊ ഇവിടെ ഇല്ല ആർക്കും. ബിറ്റ്വീൻ 90 ആൻഡ് 100 90നും 100നും ഇടയിലുള്ള ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും വിസ്തൃത പറയും. ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. അപ്പൊ അവർക്ക് ആവശ്യപ്പെടാം വിസ്തൃതയോട് പറയാൻ വേണ്ടിയിട്ട്. കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് നഫീസ കെ. ഓക്കെ, നൗ യു ക്യാൻ അൺമ്യൂട്ട് നഫീസ. നഫീസ എന്റെ ഫ്രണ്ടും കൂടിയാണ്. ഓ, ഫ്രണ്ടാണോ? Hello. Hello, Visruta. What is the number? 93 മോഡൽ 93. Okay, 93. 193 is 93. 293s are 186. 393s are 279. 493s are 372. 593s are 465. 693s are 58. 793s are 651. 893 are 744. 993 are 37. 10 3s are 930. Correct ആണോ? കൺഗ്രാറ്റ്സ് മോഡൽ. ഓക്കെ, സമയം അതുകൊണ്ട് ഒരു നമ്പർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും നമ്പർ ആ ഡോക്ടറെ സൗണ്ട് പ്രശ്നമില്ല. ആ ഓക്കെ, ഞാനത് എന്റെ മാത്രം പ്രോബ്ലം ആണെന്ന് അറിയാനാ ഡോക്ടറെ വിളിച്ചത്. അല്ലല്ല, സൗണ്ട് സ്റ്റക്ക് ആയിരുന്നു. വിസ്തൃത മോളെ, ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അവിടെ. ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞിട്ടാ കാണുന്നു മോളെ.
പ്രിയപ്പെട്ടവരെ, നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കാരണം ഇവിടെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. വിസ്തൃത ഒന്ന് റീഎന്റർ ആയിക്കോട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ 10th സ്റ്റുഡൻസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വിസ്തൃത എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു കുട്ടിയാണ്. ഇപ്പം 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൾക്കാണ് ഈ ഒരു രീതിയിൽ നമ്മളെ ഇപ്പൊ 10th പഠിക്കുന്ന ഒരു മൈൻഡ് വെച്ചിട്ട് പോലും നമുക്കത് മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടാലന്റിനെ നമ്മൾ ചെറുതായി കാണരുത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടണം. ഞാൻ അതിന്റെ ഇടയിൽ എന്റെ ഒരു സ്വാർത്ഥത കാണിക്കുന്നതേ ഉള്ളൂ. എന്റെ കുട്ടികളോട് ഞാൻ സംസാരിക്കുന്നത് മാത്രം. കാരണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങൾക്ക് ഇത് കണ്ട് അതുപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു ആഗ്രഹം വരണം. അത് ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസോട് നല്ല എല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരോടുമാണ് പറയുന്നത്. കാരണം എല്ലാ വീടുകളിലും കുട്ടികളുണ്ടാവാം. ആ കുട്ടികൾക്കൊക്കെ അങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം എന്നല്ല, ഉണ്ടാവും. അത് ആ രീതിയിൽ തന്നെ വരണം. ഓക്കെ, വിസ്തൃത ജോയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞോളൂ. സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞാൽ ഇത് നേരത്തെ സ്റ്റോപ്പ് ചെയ്ത സ്ലൈഡ് തൊട്ടാൻ പറയാൻ പോകുന്നത്. അവിടുന്ന് മുതൽ തന്നെയാ പറഞ്ഞത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബിലോ 500 ഇവിടുന്ന് ഒരു ഡെമോ ചെയ്യുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ? 499. 1 499 is 499. 2 499s are 998. 3 499s are 1497. 4 499s are 996. 5 499s are 2495. 6 499s are 2994. 7 499s are 3493. 8 499s are 3992. 9 499s are 4491. 10 499s are 4990. Is it correct? Yes, it's correct. Okay, ഇനി നിങ്ങൾക്കൊരു നമ്പർ ചോദിക്കാവുന്നതാണ്. ബിലോ 500 എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത് സംസാരിക്കുന്ന സമയത്ത് മാത്രം ദയവേത് അൺമ്യൂട്ട് ചെയ്യുക. അതേപോലെ വിസ്തൃതക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അൺമ്യൂട്ട് ചെയ്യാം. എല്ലാ സമയത്ത് വിസ്തൃത സംസാരിക്കുന്ന സമയത്ത് ദയവേത് നമ്മൾ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ ഈ ഡെമോ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത്. 500-ൽ താഴെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് വിസ്തൃതയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാൻ ആവശ്യപ്പെടാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് റിയലി വണ്ടർഫുൾ ഐ തിങ്ക്. കാരണം 500-ൽ താഴെയുള്ള ഏത് നമ്പറും, എനി നമ്പർ, നമ്മൾ 10 വരെയുള്ള നമ്പർ പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരു 12-ന്റെയോ 13-ന്റെയോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ബീങ് എ മാത്സ് ടീച്ചർ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടാറുണ്ടെന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പക്ഷെ വിസ്തൃത നമ്മളോട് ആവശ്യപ്പെട്ടത് ലെസ് ദാൻ 500 എനി നമ്പർ പറയാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വിസ്തൃതയോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന ആള് അൺമ്യൂട്ട് ചെയ്യുക, പറയുക. 482 ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഏത് നമ്പറാണ്? ഓക്കെ, ഏതെങ്കിലും ഒരാൾ ഓക്കെ, ഡു വൺ തിങ്. ഞാൻ വിസ്തൃതയെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം ആദ്യം. അത് സൗണ്ട് കൂടുതലായതുകൊണ്ട് ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്തത്. ഇതിൽ ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ വിളിക്കാം. ഇഷാൻ വിജേഷ്. ഇഷാൻ, now you can unmute. Okay, ഇഷാൻ പറഞ്ഞോളൂ. 257. 257. ഓക്കെ, 257 ആണോ? യെസ്, എക്സാക്ട്ലി മോളെ. ഓക്കെ, ഞാൻ എനിക്ക് നമ്പർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, 1 257 is 257. 2 257s are 514. 3 257s are 771. 4 257s are 1027. 5 257s are 1284. 6 257s are 11541. 7 257s are 1798.
8 257s are 2055, 9 257s are 2312, 10 257s are 2570. Okay. Congrats, മോളെ, congrats. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അടുത്ത ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. Okay. Now I'm going to ask me to add or subtract any one digit number maximum 20 times. ഇത് 1 digit number തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് 20 numbers ആണ്. ഫസ്റ്റ് ഇവിടെ ഒരു ഡെമോ കാണിക്കാം. അതിന് ചെയ്യേണ്ടതിനൊരു മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ഇപ്പോൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Okay, ഒരു ഡെമോ ഇവിടെ ചെയ്യുകയാണ്. Okay, okay. 1, 2, 9, less 5, 8, 3, less 4, 7, less 6, 9, less 2, 4, less 5, 8, 1, less 7, 6, 5, less 8. The answer is? 26. Yes, exactly. The answer is 26. ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്പേഴ്സ് കുറെ 1 ഡിജിറ്റ് നമ്പേഴ്സ് പറയുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യന് 1 + 2 + 9 അങ്ങനെയാണ് ശരിക്കും ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് ആഡ് ഒന്നും പറയൂല. 1 2 9 ലെസ് ഉണ്ടെങ്കിൽ മാത്രം ലെസ് 5 അങ്ങനെ ലെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയുകയുള്ളൂ. ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് ഒരു ഡെമോ കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. Okay. Let's move to the second demo. 3. അതിനു മുൻപേ അത് എനിക്ക് തോന്നുന്നു പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്പേഴ്സ് പറയുന്നതിന്റെ ഇടയിൽ ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ അത് അഡീഷൻ അല്ലെങ്കിൽ പ്ലസ് എന്നോ പറയുന്നില്ല. സബ്ട്രാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ കുറക്കേണ്ടതാണെങ്കിൽ മാത്രം ലെസ് എന്ന് പറയുന്നു. ഇപ്പൊ 2 5 6 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 2 + 5 + 6 എന്നാണ്. ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്ട്രാക്ട് ചെയ്യണം. അതായത് സബ്ട്രാക്ട് ചെയ്യേണ്ടതിന് മാത്രമേ ലെസ് എന്ന് പറയുള്ളൂ, കുറക്കേണ്ടതിന് മാത്രം ലെസ് എന്ന് പറയും. അങ്ങനെ റൈറ്റ് മോളെ? Is it right? ഓക്കെ, ഒരു ഡെമോ കൂടി ചെയ്യുന്നുണ്ട്. Okay, fine. 3, 6, less 5, 4, 7, 8, 2, 2, 5, less 2, 7, 8, 9, 3, less 3, less 4, 9, 4, 3, less 6. The answer is? 60. Yes, answer is 60. 60. ഓക്കെ, പ്രവീൺ മാമ ഇനി ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്? യെസ്, ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആൻസറും ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെച്ച ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ അത് ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നില്ല. കാരണം പെന്നും പേപ്പറും കയ്യിൽ ഉണ്ടാവണം. അത് എഴുതി ആ ക്വസ്റ്റ്യൻ അതുപോലെ പറയണം. എന്നിട്ട് അതിന്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യും വേണം. അതുകൊണ്ട് ഞാനിപ്പോ അതില് ആസ്കിങ് JC നീലേശ്വരത്തിന്റെ ഈ വർഷത്തെ ഏറ്റവും ഊർജ്ജസ്വലനായ നമ്മുടെ പ്രിയങ്കനായ സെക്രട്ടറി ഡോക്ടർ രതീഷ്, ഐ ആം ഇൻവൈറ്റിംഗ് ഡോക്ടർ രതീഷ്, എല്ലാവരോടും കൂടെ ഒന്നുകൂടെ പറയുവാണ്. അത് ചെയ്യുന്നത് 20 നമ്പേഴ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് 20 നമ്പേഴ്സ് ആണ്. ഡോക്ടർ, യു ക്യാൻ ടെൽ എനി നമ്പർ. Yes. But it will be 1 digit. Thank you, President. Okay. പറയട്ടെ മോളെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കുറച്ച് ഒച്ചത്ത് പറയാൻ പറ്റുമെങ്കിൽ ഒച്ചത്ത് പറഞ്ഞോ. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. 2, 5, 1, 4, less 6, 3, less 8, 9, 4, 5, less 8, 6, 7, 2, less 5, 4, less 6, 2, 3, 7. Answer is? 31. Yes, correct. Oh, Good. it's really wonderful. ഓക്കെ, സമയം കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് അടുത്ത ഡെമോയിലേക്ക് കടക്കാം.
Okay. Okay. Ask me to add or subtract any 2-digit number maximum 10 times. ഒരു ഡെമോ കാണിച്ചു തരാം. Okay. 55, 58, less 24, 55, 97, 90, 82, less 91, 47, less 28. The answer is 341. yes, 341. ഒരു ഡെമോ കൂടി കാണിച്ചു One തരാം. demo, one more demo. 93, less 17, 32, 85, 99, 93, less 34, 65, 80, 39. The answer is 535. 535. Again, right answer. Okay. ഇതുപോലെ തന്നെയാണ് ആഡ് പറയുമ്പോൾ ആഡ് പറയണ്ട, ലെസ് ഉണ്ടെങ്കിൽ മാത്രമേ പറയണ്ടൂ. പ്രവീൺ മാമ ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? Okay, I'm inviting our instant past president, JC Divesh, assistant section officer, പടന്നക്കാട് കൃഷി ഓഫീസിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും നമ്മുടെ JC നീലേശ്വരത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റുമായ JFM ദീപേഷ്. ദീപേഷ് ജി. ഹലോ, നമസ്കാരം പ്രസിഡന്റ്. ഹായ്, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? നമുക്ക് വിസ്തൃതിപ്പെട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തൂടെ? തീർച്ചയായും. അതായത് 2-digit നമ്പർ മാക്സിമം 10 ടൈംസ്. ഓക്കെ. പ്ലസ് പറയേണ്ടതില്ല, ലെസ് മാത്രം പറഞ്ഞാൽ മതി. ദീപേഷ് അങ്കിളുടെ ഓഡിയോ കുറച്ച് ലോ ആയിരുന്നു, കുറച്ച് ഒച്ചത്ത് പറയോ? ഇപ്പോൾ ക്ലിയർ ആണോ മോളെ? ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. ക്ലിയർ അല്ലേ? നമ്പേഴ്സ് ഒക്കെ ക്ലിയർ ആയി പറയണം. തീർച്ചയായും. 32, 61, 25, less 56, 42, less 22, 75, 93, 84, less 67. The answer is 267. Is it correct? Okay, നമുക്ക് അടുത്ത ഡെമോയിലേക്ക് കിടക്കാം. അടുത്തത് നിങ്ങളുടെ സഹായം ആവശ്യമില്ലാത്തൊരു ഡെമോ ആണ്, നമ്പർ പ്രാക്ടീസ്. ഇത് കണ്ടിന്യൂസ് എഡിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നമ്പർ 1 ആണ്. 1ന്റെ കൂടെ നമ്മൾ +2, അപ്പോൾ 3 കിട്ടും. 3ന്റെ കൂടെ +3, അങ്ങനെ ഓരോ നമ്പർ +50 വരെ അങ്ങനെ ഓരോ നമ്പർ ആഡ് ചെയ്ത് കണ്ടിന്യൂസ് എഡിഷൻ ആണ് ഇത്. +50 വരെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. 1, 3, 6, 10, 15, 21, 28, 36, 45, 55, 66, 78, 91, 105, 120, 136, 153, 171, 190, 210, 231, 253, 276, 300, 25, 351, 378, 406, 435, 465, 496, 528, 564, 630, 666, 703, 744, 780, 820, 861, 903, 946, 990, 1035, 1081, 1128, 1176, 1225, 1275. ഇനിയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് എന്താണ് കാര്യമെന്ന് അറിയുന്നവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവൂലൂ. ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. കോൺസെൻട്രേറ്റിംഗ് ഓൺ 2 things at a time. ഒരേ സമയത്ത് 2 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറയുമ്പോൾ എന്റെ അച്ഛൻ ഇപ്പൊ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ സമയത്ത് തന്നെ ഞാൻ ഒരു പാട്ടും പാടുകയാണ്. ഓക്കെ ഓക്കെ
The answer is 16. 9. Answer is 22. Slow part. സൗണ്ട് പോയല്ലോ. ശ്രീനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പെർഫോമൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. ദീപേഷ് ഇത് കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല കേൾക്കുന്നില്ല, കട്ടായി പോകുന്നുണ്ട്. അത് കട്ടായി പോകുന്നുണ്ട് വോയിസ്. എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഇനി കാരണം നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് ഒരാളുടേത് മാത്രമാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നമുക്ക് വിസ്തൃത വന്നതിന് ശേഷം ഒന്നുകൂടെ അത് ചെയ്യാൻ പറയാം. answer is 17. Lamborghini chalai നെറ്റ്വർക്ക് പ്രോബ്ലം വല്ലാതെ ബാധിക്കുന്നുണ്ട്. സർ പിന്നെയും കട്ടായി പോകുന്നുണ്ട് വോയിസ്. കട്ടായിട്ടുണ്ട്. സോറി, ഒന്നുകൂടി. ഓക്കെ ഇപ്പൊ ക്ലിയർ ആണ് മോളെ, ഇപ്പൊ ക്ലിയർ ആണ്. മൂന്നാമത്തെ പാട്ടിന്റേതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലംബർഗിനി ലംബർഗിനി ചലായി ജാനെ Lamborghini chalai janiyo. 4 plus 5. The answer is 3. Very good. Okay. ഇത് നിങ്ങളോട് ചോദിച്ചാൽ എനിക്ക് എന്താന്ന് വെച്ചാൽ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻ കേൾക്കാൻ പറ്റില്ല. ഇത് സ്പീക്കറിന്റെ സൗണ്ട് ലോ ആയതുകൊണ്ട് എനിക്കിത് കേൾക്കാൻ പറ്റില്ല. ഇത് ശരിക്കും സ്റ്റേജിൽ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. അടുത്ത് തന്നെ ഒരാൾ നിന്ന് മൈക്കിലാണ് എന്റെ ക്വസ്റ്റ്യൻ പറയുക, എന്നാൽ മാത്രമേ അത് അപ്പോൾ തന്നെ കേൾക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾക്കൊരു അവസരം തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വൺ മോർ ഡെമോ ചെയ്യുന്നതാണ്. Lamborghini chalai janiyo. Plus 4. Lamborghini 6. chalai janiyo. Plus 5. 1. Sanubi. The answer is 5. good. Okay. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. ലാസ്റ്റ് ഐറ്റമാണ് അടുത്തത്. Concentrating on 3 things at a time. ഞാൻ ഒരേ സമയം തന്നെ 3 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കും. ആ ഡാൻസിന്റെ പാട്ടും ഞാൻ തന്നെ പാടണം, അതോടൊപ്പം ഒരു കാൽക്കുലേഷനും ചെയ്യണം. ഓക്കെ, Okay, 3, 2, 1, start. ഭാഗ്യലക്ഷ്മി ബാരമ്മ 9, 3, ഭാഗ്യലക്ഷ്മി ബാരമ്മ plus 8, 4. The answer is 10. very good. The right answer. One more demo. 8, 9, plus 4, 6, 2. The answer is 21. 21. Right answer. Okay. ഈ ഐറ്റം നമ്മളൊരു സ്റ്റേജിൽ ചെയ്തത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കാത്തത് കൊണ്ട് ഇത് നിങ്ങൾക്കിപ്പോ ഒരു വിട്ടുതരുന്നില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ്. നമ്മുടെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. ഇത് എന്റെ യൂട്യൂബ് ചാനലിലുള്ള കുറച്ച് വീഡിയോസ് ആണ്.
മെമ്മറി ഞാനിപ്പോൾ 20 വാക്കുകളാണല്ലോ ചെയ്തത്. എനിക്കിപ്പോൾ അത് 50 വേർഡ്സ് വരെ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു വീഡിയോ ആണിത്. എന്റെ യൂട്യൂബ് ചാനലിലുള്ള മെമ്മറി മാസ്റ്ററി ടെസ്റ്റ് ബൈ വിസ്റ്റിത VS. അബാക്കസ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ശ്രീനി പള്ളിയത്ത് എന്ന യൂട്യൂബ് ചാനലിൽ ടൈപ്പ് ചെയ്താൽ ആ ചാനൽ പേര് വരും. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാൻ പറ്റും. എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ 50 വേർഡ്സ് 50 ആൾക്കാരുടെ പേരുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. 60 ആക്കാനുള്ള ശ്രമത്തിലാണ്. 100 കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാനിത് 100 വേർഡ്സ് ആക്കി മാറ്റും. അതുപോലെ തന്നെ പിന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സ് 10 നമ്പേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. എനിക്ക് 25 നമ്പേഴ്സ് 2 ഡിജിറ്റ് വരെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ ആ നമ്പേഴ്സിന്റെയും കുറച്ച് റേഞ്ച് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ടാണ് 10 നമ്പേഴ്സ് ചെയ്തത്. Friends, the brain is like a muscle. Your brain gets stronger when you embrace challenges. നമ്മുടെ തലച്ചോറ് ഒരു മസിൽ പോലെയാണ്. ഇത് എത്രമാത്രം ഉപയോഗിക്കുന്നോ അത്രമാത്രം ഷാർപ്പ് ആകും അത്. നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ 30% മാത്രമേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ചാലഞ്ചിങ് പസിൽസ് നമുക്ക് നമ്മുടെ തലച്ചോറിന് നൽകി നമ്മളുടെ ബ്രെയിൻ കൂടുതൽ സ്ട്രോങ് ആക്കാം. സോ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. ഫുൾ പ്രാക്ടീസ് തന്നെയാണ് ഇത് വേണ്ടത്. Okay, we can move to the next slide. Thank you in 2020 of JCA നീലേശ്വർ. പ്രിയമുള്ളവരെ, 2015 മുതൽ JCA നീലേശ്വരത്തിന്റെ ഭാഗമാണ് ഞാൻ. 2017, 18, 19 വർഷങ്ങളിലെ രംഗപൂജ അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതുപോലെ 2018-ലും 2019-ലും JCA നാഷണൽ ലെവൽ കുട്ടികൾക്കായി നടത്തിയ JJ പ്രോഗ്രാംസിൽ പങ്കാളിയാകാനും സമ്മാനങ്ങൾ നേടാനും സാധിച്ചു. ഇതെനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. സോൺ ലെവൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കോമ്പറ്റീഷൻ, ഇത് സോൺ ലെവൽ മാർക്ക് ലിസ്റ്റ് കോമ്പറ്റീഷൻ. രണ്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന്റെ അവാർഡ്സ് ആണ്. ഈ വർഷം ഇങ്ങനെയുള്ള ഒരു അവസരം തന്ന പ്രവീൺ അങ്കിളിനും ടീമിനും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഇതെന്റെ രണ്ടാമത്തെ മെമ്മറി ഷോ ആണ്. ആദ്യം ഞാൻ പോസിറ്റീവ് ടോക്സ് എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് മെമ്മറി ഷോ ചെയ്തത്. അപ്പോഴും JCA മെമ്പേഴ്സ് അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. താങ്ക് യു ടീം 2020 ഓഫ് JCA നീലേശ്വർ. My Mind Academy. ഞാൻ ഈ അബാക്കസും കോൺസെൻട്രേറ്റിംഗ് on 2 things at a time, 3 things at a time ഇതൊക്കെ പഠിച്ചത്, മെമ്മറി ടെക്നിക്, അബാക്കസ് ഒക്കെ പഠിച്ചത് മാസ്റ്റർ കിഡ്സ് അബാക്കസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അബാക്കസോ മെമ്മറി ടെക്നിക്കോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ കോച്ചായ സജിത മിസ്സിന്റെയും നാരായണൻകുട്ടി സാറിന്റെയും നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു വിസ്തൃത മോൾ. എനിക്ക് തോന്നുന്നത് നമുക്ക് ഫീഡ്ബാക്കിന് മുൻപേ എല്ലാവരും നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. എന്നിട്ട് വിസ്തൃതയുടെ ഈ ഒരു അമേസിംഗ് പെർഫോമൻസിന് അവൾ അർഹിക്കുന്ന ഒരു കയ്യടി നമുക്ക് ആദ്യം കൊടുക്കാം. Thank you all of you. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിഞ്ഞ 1 മണിക്കൂർ, നമ്മളിപ്പോ 1 മണിക്കൂറായി ഈ ഷോ തുടങ്ങിയിട്ട്, ഈ 1 മണിക്കൂർ കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ഇത്രയും വിസ്മയിപ്പിക്കാൻ വിസ്തൃത എന്നുള്ള ഒരു കുട്ടിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓരോരുത്തർക്കും പ്രചോദനമാവണം. ഇനി അങ്ങോട്ടേക്ക് ഓരോരുത്തരും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലുള്ള ഇതിലും അത്ഭുതകരമായ പ്രകടനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നടത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഫീഡ്ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു മോളുടെ ട്രെയിനേഴ്സ്, ഗുരുസ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
നാരായണൻകുട്ടി സാറിന് ഞാൻ അതിന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഓൺ ആയിരുന്നു. ഇപ്പോ അദ്ദേഹം ഓൺലൈനിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഒരു 2 വാക്ക് സംസാരിക്കാൻ നാരായണൻകുട്ടി സാറിന് ക്ഷണിക്കുന്നു. Hello, sir. ഓക്കെ സാർ, പറഞ്ഞോളൂ. Thank you, Praveen sir. Thank you, Srini, and thank you, Visrudakutti, in advance. I am feeling proud of Visruda, our jump kit. And thousands of thanks to her dear parents for making her such a wonderful, versatile genius. We are just coaches. ഞാനും എൻ്റെ ഭാര്യ സജിത ടീച്ചറും വെറും കോച്ചുകളാണ്. But Visruda is a worldwide #1 athlete. ഒരു ലോകോത്തര ഒളിമ്പ്യാഡ് അത്ലറ്റിനെ പോലത്തെ അത്ലറ്റാണ് വിസ്തൃത. I am feeling proud, so proud and pleasant, because we just train, and she is becoming every child is a talented child. Every child is a genius, but Visruda is a versatile genius, I say. എല്ലാ കുട്ടികളും 1000 ടാലന്റ് ആയിട്ടുമാണ് പിറന്നു വീഴുന്നത്. ഞങ്ങൾ വെറും കോച്ചുകളുടെ റോളാണ്. ഞങ്ങൾക്ക് അവരെ കൂടെ ഓടാൻ പറ്റില്ല. എങ്ങനെ ഓടണം എന്നൊരു ഗൈഡ്, ഒരു കോച്ചിന്റെ റോൾ മാത്രമാണ് ഞാനും എൻ്റെ വൈഫ് സജിതയും നിർവഹിക്കുന്നത്. എല്ലാ കുട്ടികളും ടാലന്റഡ് ആണ്, ജീനിയസ് ആണ്, പ്രതിഭകളാണ്. പക്ഷേ വിസ്തൃത അവളൊരു ബഹുമുഖ പ്രതിഭയാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അവള് സ്വയം ലേണിംഗ് കൂടിയാണ്. അവിടെ പേരൻസിന്റെ സപ്പോർട്ടാണെങ്കിൽ അതെത്രയോ ഗംഭീരമാണ്. എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോൾ വിസ്തൃതയുടെ പ്രതിഭ തിളങ്ങി 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 വരികയാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും വിസ്തൃതയെ പോലെ പെർഫോം ചെയ്യാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ്, ഈ ലോക്ക്ഡൌൺ സമയത്താണ്, ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് പോലെ, ഉർവശി ശാപം ഉപകാരം പോലെയാണ് ഞങ്ങൾ ലോക്ക്ഡൌൺ സമയത്ത് ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചത്. ഞങ്ങൾ അബാക്കസ് രംഗത്ത് 10-15 വർഷമായി. പക്ഷെ ഓൺലൈൻ രംഗത്ത് 4-5 മാസമേ ആയുള്ളൂ. ഈ ഓൺലൈൻ പെർഫോമൻസ് രക്ഷിതാക്കൾ കൂടെ തന്നെ ഉള്ളത് കൊണ്ട്, വീട് തന്നെ പള്ളിക്കൂടം ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത ഇംപ്രൂവ്മെന്റ് ആണ്. 4-5 മാസം കൊണ്ട് വിസ്തൃതക്കും അവരുടെ സഹപാഠികൾക്കും ഉണ്ടായ അബാക്കസ് ഇംപ്രൂവ്മെന്റ്, ദാറ്റ് ഈസ് ബിയോണ്ട് വേർഡ്സ്, ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ, ബിയോണ്ട് ഇമാജിനേഷൻ. Here imagination is not greater than reality. Here reality becomes greater than imagination. സാധാരണ സങ്കല്പം യാഥാർത്ഥ്യത്തേക്കാൾ ഭയങ്കരമാണ്. പക്ഷെ ഇവിടെ ഈ പെർഫോമൻസ്, അബാക്കസ് പെർഫോമൻസിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് സങ്കല്പത്തെക്കാളും എത്രയോ ഗംഭീരം എന്ന് പറയാം. അതാണ്. അപ്പൊ ഞങ്ങൾ അബാക്കസ്, ഇപ്പൊ എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, വിസ്തൃതയെ പോലത്തെ ഒരു അബാക്കസ് ചൈൽഡ് പ്രാക്ടീസിങ് അബാക്കസ്, ദാറ്റ് ഈസ് an abacus child is 20 times faster than the modern digital calculator. ഒരു അബാക്കിസ്റ്റ്, വിസ്തൃതയെ പോലത്തെ ഒരു അബാക്കസ് കുട്ടി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികള് നമ്മുടെ ആധുനിക ഡിജിറ്റൽ കാൽക്കുലേറ്ററിനേക്കാളും 20 മടങ്ങ് വേഗത്തിലാണ് കണക്ക് കൂട്ടുന്നത്. ഈ ഓൺലൈനിന്റെ ലിമിറ്റേഷൻ കൊണ്ട് വിസ്തൃതയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ സ്ലോ ആണ്. ഞങ്ങളെ ക്ലാസ്സിൽ ഇതിനേക്കാൾ എത്രയോ സ്പീഡിലാണ് ചോദിക്കുക. കാരണം ഓൺലൈനിൽ പെർഫോമൻസ് അപ്പൊ അത്ര സ്ലോ ആയിട്ടേ പറ്റുള്ളൂ. ആ ഒരു പരിമിതി മാത്രമാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ കുറച്ച് മെല്ലെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അതിൽ എത്രയോ ഫാസ്റ്റ് ചോദിച്ചാലും ആ മകൾ ഉത്തരം പറയും. അവളെ പോലത്തെ ഒരുപാട് കുട്ടികൾ നമ്മുടെ അബാക്കസ് ക്ലാസ്സിലുണ്ട്. അവർക്ക് ഇതിനേക്കാളൊക്കെ വളരെ സ്പീഡിൽ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഉള്ള കഴിവുകൾ തികച്ചും ഇവിടെ സ്പീഡ് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം സ്പീഡും ആക്യുറസിയും കോൺസെൻട്രേഷനും കോൺഫിഡൻസും മെമ്മറിയും ഡ്രീംസും ഇമാജിനേഷനും ഒക്കെ തന്നെ ഡബിൾ ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന, ഷാർപ്പ് ചെയ്യുന്ന കോച്ചിങ് ആണ് അബാക്കസ് കോച്ചിങ്. അപ്പോ every child can join abacus and start counting chickens before they are hatched. ഇപ്പൊ കോഴിമുട്ട വിരിയും മുന്നേ കുട്ടികളെ, കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണണമെങ്കിൽ നമുക്ക് അബാക്കസിന് ജോയിൻ ചെയ്യാം.
ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കുട്ടികൾക്കും ഈ വരം, അബാക്കസിന്റെ വരദാനം നമ്മൾ പകർന്നു കൊടുക്കണം. പക്ഷെ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് 1.5% കുട്ടികൾ മാത്രമാണ് അബാക്കസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതറിയാത്തതുകൊണ്ടാണ് വിദേശ രാജ്യത്തൊക്കെ തന്നെ, ചൈന പോലത്തെ രാജ്യത്ത്, അമേരിക്ക പോലത്തെ രാജ്യത്ത്, ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിലെ കരിക്കുലത്തിന്റെ ഭാഗമാണ് അബാക്കസ് ട്രെയിനിങ്. അപ്പൊ അത് നമ്മുടെ നാട്ടിലോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു നാരായണൻകുട്ടി സർ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും അബാക്കസ് സംബന്ധമായിട്ട് എന്തെങ്കിലും Thank you, sir. Okay, sir. Okay, next time inviting our instant past president JC Dibesh for IPP remarks too. താങ്ക് യു മിസ്റ്റർ പ്രസിഡന്റ് JC പ്രവീൺ മാസ്റ്റർ. നമ്മുടെ ഇന്നത്തെ പ്രസന്റർ അല്ലെ, ഒരു നല്ല മികച്ചൊരു ട്രെയിനറുടെ ഒതുക്കത്തോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ലീഡ് ചെയ്ത JC ലെറ്റ് വിശ്രിത ശ്രീനി, മോളുടെ പിതാവ് നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് കൂടിയായ JC PR ശ്രീനി, നമ്മുടെ ലോം സെക്രട്ടറി JC രതീഷ് ഡോക്ടർ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, JC അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, വിശ്വതയുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, എന്തായാലും മികച്ചൊരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ കുറെ വിദ്യാർത്ഥികളും കൂടി ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഒരു ത്രില്ലിംഗ് ആയിട്ടാണ് അവർ ഇത് അവതരിപ്പിച്ചത്. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ മാസ്റ്റർ കൂടി പറഞ്ഞു, ഇതിനേക്കാൾ വേഗത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അവർ ആൻസർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വെല്ലുവിളി തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രവീൺ മാഷും കൂടി സംസാരിച്ച പോലെ കൃത്യതയും ശ്രദ്ധയും ആത്മവിശ്വാസവും ഒക്കെ അറിവും എല്ലാം കൂടി ഒത്തിണങ്ങുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനപ്പുറത്ത് ഡാൻസ് ചെയ്തിട്ട് പാട്ടും കൂടി പാടി ചെയ്തപ്പോൾ അതൊരു സംഭവം തന്നെയാണ്. കാരണം അത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആത്മവിശ്വാസത്തിൽ കൊടുമുടിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം ഇത്രയും ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പാട്ട് നേരത്തെ റിപ്പീറ്റേഷൻ കൂടി പറഞ്ഞില്ലേ, 1000 തവണ പാടി പഠിച്ചാൽ പോലും സ്റ്റേജിലത്തെ കൈവിട്ടു ചിലപ്പോൾ. അപ്പൊ അവിടെയാണ് ഈ കണക്കിന്റെ പ്രവീൺ കണക്കിന്റെ മാഷാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് പോലും ചിലപ്പോൾ കൈവിട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എനിക്ക് തോന്നല. പക്ഷെ അപ്പൊ അവിടെയാണ് ഈ ഒരു സംഭവം ഇവർ ചെയ്തത്. കാരണം അത് തികച്ചും സംഭവം തന്നെയാണ്. എനിക്കൊന്ന് മാത്സിന്റെ ഗുരുനാഥൻ കൂടിയായ പ്രവീൺ മാഷിക്ക് തന്റെ കുട്ടികൾക്ക് മുമ്പിൽ ചെയ്യാൻ പറ്റിയ ഒരു മികച്ച പ്രോഗ്രാം കൂടിയായി. വിശദയെ പോലുള്ള മികച്ച കുരുന്നുകൾ നമ്മുടെ JC നീലശരത്തിന്റെ അഭിമാനം കൂടിയാണ്. നേരത്തെ പ്രവീൺ മാഷും അതേപോലെ വിശ്രതയും കൂടി പറഞ്ഞു, JC നീലശരത്തിന്റെ ഏത് പ്രോഗ്രാമിലും വിശ്രത ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ പാട്ടായിരിക്കാം. ഇന്ന് ഒരു പ്രോഗ്രാം JC നീലേശ്വരത്തിന് വേണ്ടി പ്രസിഡന്റ് ഒരു അവസരം കൊടുത്തപ്പോൾ ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറി. തീർച്ചയായും JC നീലേശ്വരത്തിന്റെയും നമ്മുടെ അഭിമാനമായ വിശ്രത ശ്രീനിക്ക് ഒരിക്കൽ കൂടി എല്ലാ സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത നമ്മുടെ പ്രസിഡന്റ് പ്രവീൺ മാഷിനും രതീഷ് ഡോക്ടർക്കും LGB അംഗങ്ങൾക്കും JC കുടുംബാംഗങ്ങൾക്കും ഇത് വീക്ഷിച്ച മുഴുവൻ അംഗങ്ങൾക്ക് എന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. Thank you, Dipesh ji. Next time inviting. Sorry. വിശുദ്ധ മോൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വെരി ഗുഡ്. വിശുദ്ധ മോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇൻവൈറ്റ്. അത് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്ക് ദിപേഷ് ജി പറഞ്ഞ പോലെ ഒരേ സമയം 3 കാര്യങ്ങളാണ് മോള് ലാസ്റ്റ് പെർഫോമൻസിൽ ചെയ്തത്. ശരിക്കും തീർച്ചയായിട്ടും നമ്മളതൊരു ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അതിനിടയിൽ മാത്തമാറ്റിക്സിന് ആൻസർ പറയുന്നു. 3 things at a time. റിയലി ഇൻസ്പയറിംഗ്. നമുക്ക് പോലും മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് മോളെ. ഞാനത് ഒന്നുകൂടെ മോളെ അറിയിക്കുകയാണ്. നെക്സ്റ്റ് ടൈം ഇൻവൈറ്റിംഗ് മൈ കൊളീഗ് പ്രസിഡന്റ്, തൃക്കരിപ്പൂർ JCയുടെ പ്രസിഡന്റ് രാകേഷ് കുളങ്ങര. രാകേഷ് ജി, താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ടു. ഫ്യൂ വേർഡ്സ് പ്ലീസ്. താങ്ക് യു പ്രവീൺ ജി, താങ്ക് യു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഞാൻ നീലേശ്വരം JCസിന്റെ ഈ ട്രെയിനിങ്ങിൽ കൂടുതൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല അല്ലെ. പക്ഷെ ഞാൻ ഇതിന്ന് കണ്ടപ്പോ വിസ്തൃത എന്ന് കണ്ടപ്പോ എന്തായാലും ഞാൻ ജോയിൻ ചെയ്യുന്നു വിചാരിച്ചതാ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇപ്പൊ സാധാരണ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഒരു നല്ല പെർഫോം ചെയ്ത് കഴിഞ്ഞാല് ഈ ജഡ്ജസിന്റെ അടുത്തേക്ക് അതിന്റെ ഇത് പറയുമ്പോൾ ജഡ്ജസ് പറയാറുണ്ട് ഒരു ഡയലോഗ് ഉണ്ട്, ഒന്നും പറയാനില്ല. ഞാനിപ്പം പറയുന്നു, ഒന്നും പറയാനില്ല. വളരെ വളരെ നന്നായിട്ടുണ്ട്,
വിസ്ത ഓർമ്മയുണ്ട്, അറിയോ? അറിയാം അങ്കിൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് മോളെ, നന്നായിട്ടുണ്ട്. ശ്രീനി ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല പ്രോഗ്രാം. താങ്ക് യു രാകേഷ്. താങ്ക് യു അങ്കിൾ. നെക്സ്റ്റ് ടൈം ഇൻവൈറ്റ്. ഞാനിപ്പോ ഇതില് പെട്ടെന്ന് കാണുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതില് നമ്മുടെ JCയുടെ ലീഡേഴ്സ് കുറെ പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാനത് വീഡിയോ ഓൺ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ആരെയും കണ്ടു കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഇത്രയും നല്ലൊരു പെർഫോമൻസിന് നല്ലൊരു കമന്റ് ആരാ? സ്റ്റുഡൻസ് ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ആരുഷ് പറയൂ. ഞാൻ ആരുഷ്, ഞാൻ തേർഡ് ഇയറിൽ പഠിക്കുന്നത്. വിസ്തൃതയുടെ ക്ലാസ്മേറ്റ് ആണോ? എന്റെ അബാക്കസ് ക്ലാസ്മേറ്റ് ആണ്. ഫൈൻ. പറയൂ ആരുഷ്. വിസ്തൃതത്തിന്റെ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനി. ഓക്കെ. വിസ്തൃതത്തിന് യൂട്യൂബ് ചാനലും ഞാൻ കാണലുണ്ട്. യൂട്യൂബ് ചാനൽ എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് ഞാൻ വന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു ആരുഷ്, താങ്ക് യു മോനെ. ഓക്കെ, മുതിർന്ന സ്റ്റുഡൻസിൽ ആരെങ്കിലും? ഞാൻ ഇഷാൻ വിജയ്സ്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും വിസ്തൃത ചേച്ചിനെ പോലെ നാരായണൻകുട്ടി സാറിന്റെയും സജിത മിസ്സിന്റെയും അബാക്കസ് ക്ലാസ്സിലുണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് ലെവലേ ആയുള്ളൂ. പക്ഷെങ്കില് വിസ്തൃത ചേച്ചിയുടെ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കുറച്ചും കൂടിയും കഴിഞ്ഞാൽ നമുക്കും ഇത് ചെയ്യണമെന്നുള്ള ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഇഷാൻ. ഇഷാൻ എന്റെ അബാക്കസ് ഫ്രണ്ട് ആണ്. എന്റെ അമ്മയുടെ ഒരു ക്ലാസ്മേറ്റിന്റെ മകൻ കൂടിയാണ്. ഓക്കെ, ഇഷാൻ നല്ല കമന്റ് ആയിരുന്നു മോനെ, നന്നായിട്ട് സംസാരിച്ചു. ഓക്കെ, ഇനി ആരാ വരുന്നേ? മൈ സ്റ്റുഡൻസ് എനിവൺ പെട്ടെന്ന്. പറയൂ പെട്ടെന്ന് പറയൂ. നാഗേഷേട്ടൻ പോയോ? നാഗേഷേട്ടൻ പോയി. ഹലോ മാഷേ. യെസ്, അർച്ചന പറയൂ. ഞാൻ പ്രോഗ്രാം കണ്ടു. മാഷ് പറയുമ്പോ ഇത്രയും ശരിക്കും പ്രതീക്ഷിച്ചാ, സത്യം പറഞ്ഞാൽ സ്തംഭിച്ചവിടെ നിന്നുപോയി. നേരത്തെ പറഞ്ഞതാണ് നമ്മളോട് തന്നെ 12ന്റെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞാൽ ആദ്യത്തെ ഉറപ്പാന്ന്. പക്ഷെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം, അതും ബിലോ 500 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം ഏത് നമ്പർ പെട്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നു. അത് ഇത്ര ചെറിയൊരു കുട്ടി, നമുക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിപ്പോയി. ആകെ എക്സൈറ്റ്മെന്റ് ആണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനും എന്തൊരു കോൺഫിഡൻസും ഇത്ര ചെറിയ കുട്ടികൾ കിട്ടുമ്പോ അത് ഭയങ്കര ഒരു ഇതാണ്. വിസ്തൃത കുട്ടി, താങ്ക് യു സോ മച്ച് മോൾ. ഇത്രയും നല്ലൊരു ക്ലാസ്, അതും ഇത്രയും ചെറിയൊരു കുട്ടികളെ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭാഗ്യമാണ്. താങ്ക് യു കേട്ടോ. താങ്ക് യു അർച്ചനേച്ചി. ഓക്കെ, അർച്ചന പറഞ്ഞതുപോലെ അത് ഈ ഒരു പെർഫോമൻസ് നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇനി നാളെ വരട്ടെ, അത് നല്ലൊരു പെർഫോമൻസിലേക്ക് വരട്ടെ. നിങ്ങളുടെ ഈ ആഗ്രഹവും ഇൻസ്പിറേഷനും അതൊരു പെർഫോമൻസിലേക്ക് വരണം. അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് 1-2 പേരിലേക്കും കൂടെ പോവാം, എന്നിട്ട് നമുക്ക് ക്ലോസിംഗ് സെറമണിയിലേക്ക് പോവാം. ഇനി ആർക്കെങ്കിലും സംസാരിക്കാൻ?
മക്കളെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ കൂടുതൽ ഞാനിപ്പോ മക്കളെ എന്ന് വിളിക്കാൻ കാരണം ഇതില് എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ്. കാരണം ഇതുപോലുള്ള പെർഫോമൻസും പ്രോഗ്രാമും JC നീലേശ്വരം കണ്ടക്ട് ചെയ്യാനുള്ള കാരണം തന്നെ നിങ്ങൾ ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒരു ചമ്മലും ഇല്ലാതെ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അത് നിങ്ങൾ ആ രീതിയിലേക്ക് വളർന്നു വരട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരം അത് കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലുള്ള ഒരു അവസരം കിട്ടുന്നത് ഒരിക്കലും കളയരുതാണ്. ആരെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, കുറെ പേര് ഒറ്റയടിക്ക് അൺമ്യൂട്ട് ചെയ്യുന്നതാ. അപ്പൊ അങ്ങനെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയണം ഇന്ന ആൾ സംസാരിച്ചോ എന്ന് പറയാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് അത് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരാളിലേക്കും കൂടെ പോവാം. മാക്സിമം ഒരാൾക്കും കൂടെ സംസാരിക്കാം. അതെ, നമ്മുടെ സീനിയർ മെമ്പേഴ്സും ഉണ്ട്. എല്ലാവർക്കും സംസാരിക്കാം. ഞാനത് കുട്ടികളുടെ കേസിൽ ഒരാളെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നാല് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ട് കാണുന്നുണ്ടല്ലോ പ്രസിഡന്റ്. നിവേദ്യ, തീർത്ഥരാജ്, അഭിനവ്. ഞാൻ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, അറ്റ് എ ടൈം രണ്ടുപേര് വന്നു, തീർത്ഥ ആൻഡ് അഭിനവ്. ആരാദ്യം സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കാം. ഓക്കെ, തീർത്ഥ യു ക്യാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ബോറിംഗ് ആയിരിക്കും എന്ന് വെച്ചിട്ടാ വന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് തീർന്ന ഒരു അവസ്ഥ ഇപ്പൊ കുറച്ചും കൂടി കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്നെക്കാള് ചെറിയൊരു കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്ന വരുമ്പോ ശരിക്കും ഇൻസ്പയറിംഗ് ആണ്, മോട്ടിവേഷൻ ആണ്. താങ്ക് യു വിസ്മൃത ഫോർ ദിസ് ക്ലാസ്. താങ്ക് യു ചേച്ചി. ഓക്കെ തീർത്ഥ, വെരി ഗുഡ്. നെക്സ്റ്റ് അഭിനവ്. അഭിനവ് ഓക്കെ, ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തോളൂ. സർ, യെസ്. ഞാനിങ്ങനെ വന്ന് എനിക്ക് എക്സാം ഉണ്ടായി ഈ നേരത്തെ. അപ്പൊ എക്സാമിന്റെ ഇടക്ക് ഞാൻ കേറിയതാണ്. ഞാൻ വിചാരിച്ചിട്ട് ഇത്ര നല്ല ക്ലാസ് ആയിരിക്കും എന്ന്. മീൻസ് കുട്ടിയുടെ ക്ലാസ് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മളെ എത്ര ഇല്ലു, ഈ കുട്ടിയുടെ കഴിവിന്റെ ഇടക്ക് എത്ര ഇല്ലു എന്നല്ല. നമ്മളെ മനസ്സിലാക്കുന്നതാണ് ആ കുട്ടിയുടെ ക്ലാസ്സില് കൂടെ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയതാണ്. നൈസ്, നല്ല ക്ലാസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. താങ്ക്സ് മോളെ ഇത്ര നല്ല ക്ലാസ്സിന്. താങ്ക് യു ഏട്ടാ. ഓക്കെ, അഭിനവ് പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന തന്നെയാണ്. കാരണം നമ്മള് ഒന്നുമല്ല എന്നൊക്കെ, അങ്ങനെ ഒന്നുമല്ല എന്നല്ല നമ്മൾ ആക്ച്വലി ചിന്തിക്കേണ്ടത്. നമ്മളുടെ കറന്റ് പൊസിഷൻ ചിന്തിച്ച് നമ്മൾ അതിലേക്ക് ഉയരുക എന്നുള്ളതാണ്. ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നമുക്ക് പറ്റട്ടെ. എന്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കഴിയട്ടെ, ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി കഴിയട്ടെ. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ JC നീലേശ്വരത്തിന്റെ മെമ്പർമാർ ഇതിനകത്ത് പ്രസന്റ് ആണ്. ദയവേത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, ഒന്നോ രണ്ടോ പേര്. നമുക്ക് എന്നിട്ട് ക്ലോസിംഗ് സെറമണിയിലേക്ക് പറഞ്ഞോളൂ. ഞാൻ സജിത മിസ് ആണ്, മോളുടെ ടീച്ചറാണ്. പറയൂ. സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അഭിമാനം തോന്നി. ഇപ്പൊ നമ്മൾക്ക് ജസ്റ്റ് കോച്ചാവാനേ പറ്റുള്ളൂ. ഇവരെ നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അതിന്റെ 10 ഇരട്ടിയായിട്ട് ഫലിപ്പിക്കുന്നത് കുട്ടികളുടെ കഴിവാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് കോച്ച് മാത്രമാണ്. അപ്പൊ മോളുടെ പെർഫോമൻസ് കാണുമ്പോൾ അവളുടെ ടീച്ചേഴ്സ് ആയാലും നമ്മളിപ്പോ അതില് നന്നായിട്ട് അഭിമാനിക്കുന്നു. ഇതേപോലെ തന്നെ ഒരുപാട് വളർന്നു വരുന്ന കുട്ടികൾ നമുക്കുണ്ട്. ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ കുട്ടികൾ നന്നായിട്ട് മോൾഡ് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ്. പേരൻസിന്റെ കഴിവാണ് ഇതിൽ 100% പേരൻസിന്റെയും കുട്ടികളുടെയും. നന്നായി പെർഫോം ചെയ്ത് മോളു സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിലും കൂടുതൽ വലിയ പെർഫോമൻസ് ആണ് സാധാരണ മോള് ചെയ്യുന്നത്. നമ്മൾ 25 നമ്പേഴ്സ് നമ്മൾ ഒറ്റ ശ്വാസത്തിലെ കുട്ടിയൊക്കെ വായിച്ചു കൊടുക്കുന്നത്. അതിലും സ്പീഡിൽ അവർ ആൻസർ പറയാറുമുണ്ട്. നമ്മൾക്ക് തന്നെ അത്ഭുതമാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് തന്നെ അത്ഭുതം ആവുന്ന വിധത്തിലാണ് കുട്ടികൾ ചെയ്യുന്നത്. സാധാരണ എനിക്ക് തോന്നുന്നു സർ, സാധാരണ നമ്മുടെ സ്കൂളിലെ ക്ലാസ് ഒക്കെ ഓൺലൈൻ ക്ലാസ് അത്ര ഫലവത്താവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ക്ലാസ് റൂം ക്ലാസ് അല്ലേ സർ ഒന്നും കൂടി നല്ലത്. പക്ഷെ ഈ അബേക്കസിന്റെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ പാരന്റ്സ് കൂടുതൽ അബേക്കസിനെ കുറിച്ച് മനസ്സിലാക്കുകയും പ്രാക്ടീസിനെ കുറിച്ച് മനസ്സിലാക്കുകയും കുട്ടികളെ നന്നാക്കി പെർഫോം ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ മാറ്റാണ് ഇപ്പൊ കാണുന്നത്. താങ്ക് യു മോളു, വളരെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്.
Thank you, Miss. Thank you so much. ടീച്ചർ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ടു. ഇത് സാധാരണ രണ്ട് ട്രെയിനേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്, വി ആർ ജസ്റ്റ് കോച്ചസ്. അത് പക്ഷെ അവർക്ക് അതിലുള്ള പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡന്റ് തന്നെയാണ് തീർച്ചയായിട്ടും വിസ്തൃത. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോഴും ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവന്റെ ആ ഒരു കറക്റ്റ് ഏജിൽ, അതാണ് ഇമ്പോർട്ടന്റ്. അതിന് പാരന്റ് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ പാരന്റ്സിന്റെ സപ്പോർട്ട് അതിൽ തീർച്ചയായിട്ടും ഒരു ഘടകമാണ്. ഇതൊക്കെ നമുക്കൊരു മാതൃകയാക്കേണ്ട കാര്യമാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ്, അതിലെ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ്, അതിനോടൊത്ത് കുട്ടികളുടെ പ്രയത്നം, ഈ മൂന്ന് ചേരുമ്പോഴാണ് സക്സസ് എന്നുള്ള ഒരു സാധനം ശരിക്കും വരുന്നത്. അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഇനിയും ഇതുപോലുള്ള പെർഫോമൻസുകൾ ഇഷ്ടംപോലെ കാണുവാൻ നമുക്ക് പറ്റട്ടെ. JC നീലേശ്വരത്തിന് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇനിയും ഒരുപാട് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ക്ലോസിംഗ് സെറമണിയിലേക്ക് പോവാൻ തോന്നുന്നു അല്ലേ? ഇനി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഹരി അങ്കിൾ. ഓ യെസ്, ഹരി ഉണ്ടോ ഇവിടെ? ഹരി രാമകൃഷ്ണൻ. ഹരി അങ്കിൾ ഇവിടെ ഉണ്ട്, മീറ്റിംഗിൽ ഉണ്ട്. യെസ് ഹരി, പറയൂ. പ്രവീൺ സാർ നമസ്കാരം. നമസ്കാരം. ശരിക്കും ഈ സെഷൻ തുടർച്ചയായിട്ട് കേട്ടത് മകളാണ്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മകൾ കേട്ടിട്ടുണ്ട്. അവൾക്ക് എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവരെ വിളിക്കാം. വിശുദ്ധ ചേച്ചി നല്ല സെഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് എവാക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാരായണക്കുട്ടി സാറിന്റെ ക്ലാസ് തീർച്ചയായും അറ്റൻഡ് ചെയ്യും. താങ്ക് യു അമയ. ഗിരീഷ് അങ്കിൾ. ഗിരീഷേട്ടാ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഓഡിബിൾ അല്ലല്ലോ ഗിരീഷേട്ടാ? ഓഡിയോ കണക്ട് അല്ലേ ഗിരീഷ്? ഓഡിയോ കണക്റ്റഡ് ആണ്. ഇപ്പൊ സംസാരിച്ചേ. പ്രവീൺ സാർ ഹരിയാണ്. പ്രവീൺ സാർ. ഓ യെസ്. ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. പക്ഷേ സത്യം പറഞ്ഞ ഞാനിവിടെ വണ്ടർ അടിച്ചിരിക്കുക. അത്രക്ക് ഗംഭീര പെർഫോമൻസ് ഇല്ലേ. എനിക്ക് തോന്നുന്നു 4-5 വർഷമായി നമ്മുടെ മിക്ക പ്രോഗ്രാമുകളിലും നമ്മുടെ വിശ്രുതക്കുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു പെർഫോമൻസ് മോള് കാഴ്ചവെച്ചത് നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ, അത്ഭുതപ്പെടുത്തി. അതിന്റെ ഒരു ഇത് മാറിയിട്ടില്ല ഇപ്പോഴും. സത്യം പറഞ്ഞ അത്രയും ഗംഭീരം. ഇതിന് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞ മോളെ, അത്രക്ക് ഗംഭീരം. എന്താ വളരെ ഗംഭീരം. ഓക്കെ. എന്റെ കൂടെ അബാക്കസ് പഠിക്കുന്ന കുറെ ഫ്രണ്ട്സ് ഈ മീറ്റിംഗിലുണ്ട്. കുറെ ആൾക്കാരുണ്ട്. ഹലോ. ശ്രീലാൽ പറയൂ. വിശ്വത മോളെ അങ്കിൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണക്കുകൾ മൊത്തം കളിക്കുന്ന ആളാണ്. പക്ഷെ മോളിപ്പോ ചെയ്ത കാര്യം എനിക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അതിന് പുറകിൽ എത്ര എഫേർട്ട് ഉണ്ടോ മനസ്സിലാവുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാ. ഈ എനർജി എപ്പോഴും കയ്യിലുണ്ടാവണം. ഓക്കെ. താങ്ക് യു അങ്കിൾ. അങ്കിളുടെ ഇന്നലത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ. ശ്രീലാൽ നമ്മുടെ ഒരു മെമ്പറാണ്, JC നീലേശ്വരത്തിന്റെ മെമ്പറാണ്, അതോടൊപ്പം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. മിസ്റ്റർ പ്രവീൺ. യെസ്, നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് രാമകൃഷ്ണൻ സർ. ആദ്യമായി എനിക്ക് ഫുൾ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും തുടക്കത്തിലും കേട്ടു, ഇൻ ബിറ്റ്വീനും കേട്ടു, ലാസ്റ്റിലും കേട്ടു. റിയലി മോളെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് കൂടി വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാല് ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണ്. ഇന്നും ഇങ്ങനെ ആ കുട്ടിക്ക് നല്ലപോലെ ദൈവം അനുഗ്രഹം ചൊരിയട്ടെ. തീർച്ചയായിട്ടും ശ്രീനിയും
മിസ്സും തീർച്ചയായും നല്ലപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാലും സാധാരണ ഒരു ടീച്ചർമാർക്കോ മാഷന്മാർക്കോ ചെയ്യാൻ പറ്റാത്ത ഉപരിയാണ് ഈ കൊച്ചുമുടിക്ക് ചെയ്തത്. അതുകൊണ്ട് നീലേശ്വരം JC-യുടെ പാസ്റ്റ് പ്രസിഡന്റ് നിലക്കും റോട്ടറിയുടെ മെമ്പർ നിലക്കും സീനറ്റ് ചേംബർ പ്രസിഡന്റ് നിലക്കും ആ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ്. Thank you, Uncle. Thank you so much. താങ്ക് യു മോളെ. ഓക്കെ, ഇനി ആരെങ്കിലും? മോളെ ഗായത്രിയാണ്. വളരെയധികം സന്തോഷമുണ്ട് മോളെ ക്ലാസ് കേട്ടിട്ട്. ശ്രീനേട്ടനെ കുറിച്ച് പോലും വളരെയധികം അഭിമാനം തോന്നിയായിരുന്നു. ഇത്രയും നല്ലൊരു കഴിവ് എല്ലാ കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത്ര നല്ല രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും വളരെയധികം ടാലന്റ് ഉണ്ട്. വളരെയധികം സന്തോഷം. താങ്ക് യു മോളെ. Thank you, Auntie, for your nice words. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിനി ക്ലോസിംഗ് സെറമണിയിലേക്ക് പോവാം. ഇനി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Now it's 9:40. എനിക്ക് തോന്നുന്നു ക്ലോസിംഗ് സെറമണിയിലേക്ക് നമുക്ക് പോവാം അല്ലേ? അപ്പൊ ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഏതാണ്ട് 1.5 മണിക്കൂർ, തീർച്ചയായിട്ടും നമുക്കതൊരു സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ 1.5 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റിവെച്ച വിശ്രുതിക്ക് JC നീലേശ്വരത്തിന്റെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. നമുക്ക് ക്ലോസിംഗ് സെറമണിയിലേക്ക് പോവാം. ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഔപചാരികമായി നന്ദി അറിയിക്കുവാൻ വേണ്ടി JC നീലേശ്വരത്തിന്റെ സെക്രട്ടറി ഡോക്ടർ രതീഷിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോക്ടർ ജി. ആരാധനായ JC നീലേശ്വരത്തിന്റെ പ്രസിഡന്റ് JFM പ്രമീൺ, IPP ദീപേഷ്, മറ്റ് മെമ്പർമാരെ, പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ വിസ്തൃത മോൾക്ക് എല്ലാവിധ അഭിനന്ദനവും. കൺഗ്രാറ്റ്സ് മോളെ, വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. Thank you, Ratish uncle. Thank you so much. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി, അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഇതിനേക്കാളും നല്ല രീതിയിലേക്ക് ഇനി ഭാവിയിലേക്ക് വളർന്നു വരാൻ നമുക്ക് ഭാഗ്യമുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വളരെ നല്ല രീതിയിലാണ്. നല്ലൊരു ട്രെയിനർ കൂടിയാണ് എന്ന് മോള് തെളിയിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ നേരം സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ മൊത്തം പാർട്ടിസിപ്പൻസിനെ മോള് കൊണ്ടുപോയി. നല്ല ക്ലാസ്സിലൂടെ നല്ലൊരു ട്രെയിനറിന്റെ ഒരു ഭാവി നോക്കുന്നുണ്ട്. JC പ്ലാറ്റ്ഫോമിലൂടെ ഭാവിയിലൊരു നല്ലൊരു ട്രെയിനറായി മാറാൻ പറ്റട്ടെ. അച്ഛനെ പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ട്രെയിനറായിട്ടൊക്കെ നമുക്ക് വളരാൻ വേണ്ടി പറ്റട്ടെ. ഇന്നത്തെ ഈ JC നീലേശ്വരത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വളരെ മനോഹരമായി ഈ മെമ്മറി പെർഫോമൻസ് നടത്തിയതിന് വിശ്രുത മോൾക്ക് JC നീലേശ്വരത്തിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് JC നീലേശ്വരത്തിന്റെ പ്രസിഡന്റ് JFM പ്രവീൺ M ആണ്. പ്രവീണിന് പ്രസിഡന്റിനെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നമ്മുടെ IPP JC മെമ്പേഴ്സ്, വിശ്രുതമോളുടെ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികൾ, പാസ്റ്റ് പ്രസിഡന്റ്സ്, എല്ലാവർക്കും JC നീലേശ്വരത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഓർമ്മയില്ല അല്ലെങ്കിൽ മെമ്മറി ലോസ് ആണെന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇറ്റ്സ് ഓൺലി ട്രെയിൻഡ് മെമ്മറി. എല്ലാവർക്കും കഴിവുകളുണ്ട്. നേരത്തെ മോള് പറഞ്ഞതുപോലെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസിലൂടെ എല്ലാവർക്കും നമ്മളെ ഹാർഡ് വർക്കിലൂടെയും പ്രാക്ടീസിലൂടെയും നമുക്ക് ഇത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ബാക്കിലോട്ടായി പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് ഇപ്പൊ പറ്റില്ല എന്നുള്ളൊരു തോന്നലൊന്നും ആർക്കും വേണ്ട. പക്ഷെ പ്രാക്ടീസിലൂടെ ഇതേ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ രീതിയിലേക്ക് വരാൻ പറ്റും. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. എല്ലാവർക്കും ആ കഴിവുണ്ട് നമ്മുടെ ഉള്ളിൽ. പക്ഷെ നമ്മൾ അതിനെ പോളിഷ് ചെയ്ത് തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. ശരിക്കും ഈ ഒരു പെർഫോമൻസ്, മോളുടെ പെർഫോമൻസ് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഭാവിയിൽ എല്ലാവരും
ഒരു പ്രചോദനം ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും JC നീലേശ്വരത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു.